എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇത്തവണ ഒരു ടി വി സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ്. ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് നിങ്ങൾ മിക്കവാറും കേട്ട് കാണും. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു പ്രീക്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഭയങ്കര ഫേമസ് ആണെന്ന് നമുക്കറിയാം. നമ്മളൊരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായ, ഏറ്റവും മികച്ച, ഏറ്റവും ഐ തിങ്ക് മണി മേക്കിംഗ് സീരീസ് ആയിരിക്കും അത്, അലോങ് വിത്ത് ബ്രേക്കിംഗ് ബാഡ്, അങ്ങനെയുള്ള ചില സീരീസിൻ്റെ ഒപ്പം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിനെ പറ്റിയാണ്, ഗെയിം ഓഫ് ത്രോൺസിനെ പറ്റിയിട്ടില്ല. ഗെയിം ഓഫ് ത്രോൺസ് നമുക്ക് ഓൾറെഡി പല റിവ്യൂസും അതൊക്കെ ഓൾറെഡി ഇൻ്റർനെറ്റിൽ കിടക്കുന്നുണ്ട്. സോ യു ഗേസ് ക്യാൻ വാച്ച് ഇറ്റ്. ഇതിപ്പോൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് സെക്കൻഡ് സീസണെ പറ്റിയിട്ടാണ്, ഫസ്റ്റ് സീസണെ പറ്റിയിട്ടുമല്ല. ഫസ്റ്റ് സീസൺ മുമ്പ് ചെയ്തു, അതിനെപ്പറ്റി ഞാൻ മുമ്പ് ചെറിയൊരു റിവ്യൂ, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. എന്തായാലും ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സെക്കൻഡ് സീസൺ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയും എത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഹോണസ്റ്റ്ലി. ബിക്കോസ് ഞാൻ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൻ്റെ ഫസ്റ്റ് സീസൺ കണ്ടു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സീസൺ ഐ വാസ് എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ബിക്കോസ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആ ഫസ്റ്റ് സീസൺ എൻഡിങ്, അതിൻ്റെ ഒരു എൻഡിങ് ആയത്. റെനീറസിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ അവരുടെ മകനെ മറ്റേ എയ്മണ്ട് കൊല്ലുന്ന ഒരു സീൻ ഡ്രാഗൺ ഫൈറ്റിൽ, ആ ഒരു സീനിൽ കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ആ ഫസ്റ്റ് സീസൺ അവസാനിച്ചത്. സോ സെക്കൻഡ് സീസൺ തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു റിവെഞ്ചിൻ്റെ സ്റ്റോറി ആയിട്ടുള്ള രീതിയിലാണ് ഈ സെക്കൻഡ് സീസൺ തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ ഒരു പ്രോമിനൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ടാണ് സെക്കൻഡ് സീസൺ തുടങ്ങിയത്. ഞാനിപ്പോൾ ഓരോ ക്യാരക്ടേഴ്സൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത് കാണാത്തവർക്ക് മനസ്സിലാവില്ല, കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും അപ്പോൾ റെനീറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവരെ മകൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഇൻസ്റ്റൻസിലാണ് ഈ കഥ സെക്കൻഡ് സീസൺ തുടങ്ങുന്നത്. അതിൻ്റെ തുടക്കം അവരെങ്ങനെയാണ് റിവെഞ്ച് ഇതിലെടുക്കാൻ പോകുന്നത്, അതിനെന്തൊക്കെ പദ്ധതികളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അതിനെന്തൊക്കെ തടസ്സങ്ങളാണ് വരാൻ പോകുന്നതും വരുന്നതും, പിന്നെ അവരെങ്ങനെയാണ് അവർ ആർമിയെ സംഘടിപ്പിക്കുന്നത്, ആ ഒരു രാജ്യം മൊത്തം നഷ്ടപ്പെട്ട സ്ഥിതിക്ക്, അതിൻ്റെ ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവരെങ്ങനെയാണ് അത് തിരിച്ചു പിടിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സെക്കൻഡ് സീസണിലെ സങ്കല്പങ്ങൾ കഥയിലെ. പക്ഷേ ഇതിൽ കുറേ സമയം ഇവർ പ്ലാനിങ്ങിനും മറ്റേതിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ വേസ്റ്റാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ടത്. ഇപ്പോൾ ഒരു 8 എപ്പിസോഡുണ്ട് സെക്കൻഡ് സീസണിൽ. അപ്പോൾ ഈ 8 എപ്പിസോഡിലും റെനീറീസും ഡെയ്മണും ഒക്കെ വെറുതെ പല ചർച്ചകളും നടത്തി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെറുതെ അവരെ അവരെ രാജകൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ സമയം ചെലവഴിക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് ഞാൻ കണ്ടത്. പല ഇതിലും ഇപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് ഒരു സംഘടന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കും, അല്ലെങ്കിൽ ഒരു പൊടുന്നതിനൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല ശരിക്കും. അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് അതിൻ്റെ ഒരു അപ്പനായിരുന്നു. ബിക്കോസ് മിനിറ്റിന് ട്വിസ്റ്റ് ആയിരുന്നു അതിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, അതിൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അതിൻ്റെ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുക. എന്നാലും ട്വിസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അത് കാണുമ്പോൾ. ഓരോ എപ്പിസോഡും കാണുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഓരോ സീസണും ഓരോ എപ്പിസോഡും കാണുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പക്ഷേ ഈവൻ സീസൺ 1 ഈ ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ സീസൺ 1 ഇതുപോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ സീസൺ 2 എന്തോ ഈ മുട്ടുകാലിലൊക്കെ അഴയുന്ന രീതിയിലാണ് ഈ സീരീസ് മുന്നോട്ട് പോയത്. എന്ന് വെച്ച് ഇത് ഭയങ്കര ബോറടിയാണെന്നല്ല ഞാൻ പറയുന്നത്. സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഥയൊക്കെ അടിപൊളിയാണ്, സ്ക്രിപ്റ്റിംഗ് അടിപൊളിയാണ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സെറ്റ്സ്, കോസ്റ്റ്യൂംസ് ഇതൊക്കെ അടിപൊളിയാണ്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയതുപോലെ എനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു
ഇതുവരെ ഈ ഒരു സീസൺ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടും ഇതുവരെ ആരും അങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിച്ചതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഘോര യുദ്ധം നടക്കും. പക്ഷെ അതിന് പകരം വേറെ എന്തൊക്കെയാണ് സംഭവിച്ചത്. എന്നാലും അത് അത്ര വലിയൊരു സംഭവ വിഫലമായിട്ട് ഉള്ളൊരു സംഭവങ്ങളും അല്ല സംഭവിച്ചത് ഈ സീസണിൽ. അത് ഇത് കണ്ടവർക്ക് മനസ്സിലാവും. സോ നമ്മളൊരു എക്സ്പെക്ടേഷൻസിന്റെ ഒരു ലെവലിൽ എത്താൻ ഈ സീസൺ 2 കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഞാൻ കണ്ടിടത്തോളം ആ ഒരു റിവഞ്ചോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എവഞ്ചിങ്ങോ അതൊന്നും ഈ സീസണിൽ നടന്നിട്ടില്ല. അതിനുള്ളൊരു മുന്നൊരുക്കങ്ങൾ മാത്രമാണ് ഇതിൽ നടന്നിരിക്കുന്നത്. മുന്നൊരുക്കങ്ങൾ കുറെ നടന്നിട്ടുണ്ട്. അതുപോലെ മറ്റേ ഡേമൺ ടാർഗാരിയൻ ഒരു എന്താ അതിന്റെ പേര്, അവിടെ പോയിട്ട് പുള്ളി ചുമ്മാ സ്വപ്നം കണ്ടു കിടക്കുക. അവിടെ കുറെ നേരം സ്വപ്നം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതൊക്കെ വളരെ ടോട്ടൽ വേസ്റ്റ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നിയത്. എന്നാൽ അതിൽ ഇത്ര ഒരു മാറ്റർ ഉണ്ടോ? ആ കൂടി ഒരു മാറ്റർ വരുന്നത് ഈ ഫൈനൽ സീസണിലാണ്, ഫൈനൽ എപ്പിസോഡിലാണ്. ആ പുള്ളി കണ്ട സ്വപ്നങ്ങളിലേക്ക് ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ സ്വപ്നം, കുറച്ചുകൂടി ഇതിലേക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്വപ്നം പുള്ളി കണ്ടത്. അതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ പാഴ് സ്വപ്നങ്ങളും, ലാസ്റ്റ് കണ്ട സ്വപ്നം മാത്രമാണ് ഈ കഥയിൽ എന്തൊരു അംശമായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ടുള്ള സംഭവം വരുന്നത്. ബാക്കിയെല്ലാം വെറും വേസ്റ്റ് ആയിട്ടുള്ള സ്വപ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ റേനിയർസ് ഇങ്ങനെ അതുപോലെ ഇപ്പൊ റിവെഞ്ച് എടുക്കും, നാളെ റിവെഞ്ച് എടുക്കും, ഞാൻ നാളെ പോവും, ഇവിടെ പോവും, മറ്റോടത്ത് പോവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ ഒന്നും ഒരു ആക്ഷൻ പ്ലാനും നടത്തുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന അവളെ കൂടെയുള്ള മറ്റുള്ളവർക്ക് പോലും അത് തോന്നി തുടങ്ങിയ പോലെയാണ് സീരീസ് മുന്നോട്ട് പോയത്. സോ ഈ ഒരു സീസണിൽ ബേസിക്കലി എനിക്ക് തോന്നിയത് ഒരു ബെസ്റ്റ് ഒരു എന്താ പറയുക ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാഗൺ ഫൈറ്റ്. ഈ സീസണിൽ ശരിക്കും ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് പോലെ ഈ സീസണിൽ ഒരുപാട് ഡ്രാഗൺ ഫൈറ്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതിൽ ഡ്രാഗൺസിനെ കുറച്ചുകൂടി അപ് ക്ലോസ് കാണിക്കുന്നല്ലാതെ ആ കൂടി ഒരു ഫൈറ്റിംഗ് സീൻ മാത്രമേ ഉള്ളൂ. അതും ഒരു എന്താ പറയാ 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ സംഭവം കഴിഞ്ഞു. ചടപടയെന്നായിരുന്നു. ഡ്രാഗൺ പൊങ്ങുന്നു, അടിക്കുന്നു, പിരിയുന്നു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതുപോലും ഒന്ന് എന്താ പറയാ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിച്ചില്ല. ജസ്റ്റ് ഒരു മിന്നായം പോലെ സംഭവം പറഞ്ഞു പോയത്. പിന്നെ ആ ഒരു ഈ പുതിയ ഡ്രാഗൺ റൈഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ഒരു സീനൊന്നും അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന സീനായിരുന്നില്ല ശരിക്കും. ഞാൻ അതൊക്കെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് കുറച്ചുകൂടി ഒരു എന്താ പറയുക രോമാഞ്ചിഫിക്കേഷൻ കൊടുക്കേണ്ട കുറെ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പുതിയ ഡ്രാഗൺ റൈഡേഴ്സിനെ ഈ ഡ്രാഗൺസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നും അതിനൊക്കെ കൂടുതൽ സമയം ഈ സീരീസിൽ കണ്ടുപിടിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാണ്. ബിക്കോസ് അതൊക്കെയാണ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം. എന്നെ പോലുള്ള ഫാൻസിനൊക്കെ ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യം. അല്ലാണ്ട് റെയിനിയേഴ്സും അവരെ കുറെ ചിങ്കടികളും അല്ലെങ്കിൽ അവിടുത്തെ എയ്മൺ ടാർഗേറിയനും അവന്റെ ബ്രദറും ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടമേശ സമ്മേളനം കളിക്കുന്നുണ്ട്, കുറച്ച് വൃത്തിയായിട്ട പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആർക്ക് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കാണുന്നില്ലേ. നമുക്ക് അതല്ല കൂടുതലുണ്ടത്. നമുക്ക് ഈ ഡ്രാഗൺസിന്റെ കൂടുതലുള്ള ഇന്ററാക്ഷനും അതെങ്ങനെയാണ് അവരെ പെരുക്കിയെടുത്തതും അതുപോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെയാണ് അവർ കാണിച്ചു തീർത്തത്. ഇത് എന്താണെന്ന് അറിയില്ല. ഇത് അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത പോലെയാണ് പോയത്. എന്നിട്ട് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇങ്ങനത്തെ ബോറടിപ്പിക്കുന്ന കുറേ ചർച്ചകൾക്കും അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും പിൻ പോയിന്റ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് കാണിക്കുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവർ കുറേ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കുറേ നേരം ലെങ്തി സീൻസ് ഒക്കെ ആക്കിയിട്ട് എപ്പിസോഡ് വലിച്ചു നീട്ടി ഒരു 8 എപ്പിസോഡാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുമാതിരി നമ്മളെ ഇന്ത്യൻ TV സീരീസ് പോലത്തെ ഒരു സംഭവമാക്കി മാറ്റി ഇപ്പോൾ ലാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തി. ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്ത് ഡ്രാഗൺസിന്റെ ആ ഒരു ഇന്ററാക്ഷനും അവരെ എങ്ങനെ മെരിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും കാണിക്കുന്ന രീതിയിലുള്ള ഇതിൽ പറയുന്നുണ്ട് ദ ഡ്രാഗൺ കെയിം ആൻഡ്, പക്ഷെ അതിൻ്റെ ഒരു
എന്താ പറയുക, ഒരു ഭീകരാവസ്ഥ ശരിക്കും അവർ കാണിക്കാൻ വിട്ടുപോയി. അതിൽ ചെറിയ സീനിൽ മാത്രമേ ഈ ഡ്രാഗൺ വന്ന് ഫയർ അടിച്ച് പോകുന്നതല്ലാതെ പിന്നെ കുറച്ച് കാണിക്കുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ കത്തിയെറിഞ്ഞാണ്. പക്ഷെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിക്കാൻ വിട്ടുപോയി. അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. അത് പെട്ടെന്ന് ചെയ്ത് തീർത്ത ഒരു ഗ്ലിംസ് പോലെ കാണിച്ചതൊക്കെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഈ സീസൺ 2 ഉണ്ടായ കുഴപ്പങ്ങൾ. പക്ഷെ എന്നിരുന്നാലും ഇത് ബോറടി അല്ലെങ്കിൽ തല്ലിപ്പൊളിയാന്നല്ല ഞാൻ പറഞ്ഞത്. സംഭവം കിടു തന്നെയാണ്. പക്ഷെ ഒരു ഫാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ, അല്ലാതെ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഈ ഇത് കാണുന്നത് മിക്കവാറും ഫാൻസ് തന്നെയായിരിക്കും. ബിക്കോസ് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഫാൻസ് അവരും ആളെ കൂടുതലും ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് മിക്കവാറും ആരും കാണില്ല. ഇതൊരു ഒരു കുട്ടിക്കളി പോലത്തെ ഒരു സീരീസ് ആയിട്ട് പോലെ അവരെടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം നല്ല സീരീസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സീസൺ 2 നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ല, അവിടെ എത്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സോ എനിവേ, അടുത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, എനിക്ക് ആ രീതിയിൽ പറഞ്ഞുതരാം. ഫൈനൽ എപ്പിസോഡിൽ ഇവർ കുറച്ച് അടുത്ത സീസണിലേക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഗെയിം ഓഫ് ത്രോൺസിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു കോർത്തിണക്കലുമായിട്ടുള്ള നടക്കാൻ പോകുന്ന മുൻകൂട്ടി പ്രവചനം കണ്ട പോലത്തെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട് അതിൻ്റെ കൂട്ടിയിണക്കിയിട്ടൊക്കെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. എന്നാലും അതുപോലും അവർക്കതൊരു പൂർണ്ണ രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് അവിടെ അപ്പോഴേക്ക് സമയം കഴിഞ്ഞു പോയി. അതും ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്ന പോലെ ഒരു എപ്പിസോഡ് കൂടി എടുക്കാമായിരുന്നു അതിന് വേണ്ടിയിട്ട്. ഇതാ പെട്ടെന്ന് കൊണ്ട് തീർത്തു. എന്താ പറയുക, ബഡ്ജറ്റ് ഷോർട്ടേജ് ഒക്കെ വരുന്ന പോലെ ഇവർക്കും ബഡ്ജറ്റ് ഷോർട്ടേജ് ഉണ്ട്. പെട്ടെന്ന് അത് തീർത്താണ്ട് അത് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരു 8 എപ്പിസോഡിൽ ഒതുക്കി അവർ വെച്ചു. എനിക്ക് ഇനിയിപ്പോൾ 8 എപ്പിസോഡ് മാത്രമേ ഇവർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല റൂൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതിന് മുമ്പത്തുള്ള കുറേ എപ്പിസോഡിലൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരിസ് ഇങ്ങനെ ഒരു കടലിലേക്ക് നോക്കി കുറേ നേരം നിൽക്കും. അപ്പോൾ ഒരാളവിടെ സ്ലോ മോഷനിൽ നടന്നു വരും. എന്നിട്ട് അവർ രണ്ടുപേരും നോക്കി വെക്കും. എന്നിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയും. പിന്നെ വെറുതെ കുറേ വർത്താനം പറയും. ഇതിനൊക്കെ വേണ്ടി അങ്ങനെ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെറുതെ ഡ്രാഗണിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ പറക്കുമ്പോൾ ഡ്രാഗനെ കാണിക്കില്ല, ഈ പറക്കുന്ന ആളെ മാത്രം കാണിക്കും. അങ്ങനെയൊക്കെ കുറേ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്തായാലും അത് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്ക്. പക്ഷെ ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഈ സാധനം പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.